ഗൈസ്, ഇന്ന് ടൂറിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ മറ്റേ ഫിലിം സിറ്റി ഇല്ലേ ഹൈദരാബാദ്, അവിടത്തേക്കാണ് പോകുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിപ്പിടിക്കേണ്ട വരാം. ഓക്കെ, നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ കൂട്ട എങ്ങനെയുണ്ട് ഫുഡ്? കൂടുതൽ ചായയുണ്ട്, വളരെ വലിയൊരു ചായ. ഈ വലിയ ചായ നമ്മള് ആദ്യം കുടിക്കാൻ വേണ്ടി கவிச்செடி எப்படி இருக்கு? ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗൈസ്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രണ്ട്, ഹാപ്പി ബർത്ത്ഡേ ടു യു. പട്ടം പിടിച്ചെടുക്കാൻ ചേച്ചിയുമായി നമുക്കൊരു ദുഃഖം പിടിക്കാം. ചെത്തിപ്പൊളിച്ചു നടക്കുന്നുണ്ട് മികച്ച ഇത് രാമോജി ഫിലിം സിറ്റി ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു രാമോജി എന്ന് എഴുതിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അതെടുക്കാൻ ബസ് പെട്ടെന്ന് വിട്ടുകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല ഗൈസ്. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇത് നടന്ന് കാണാൻ ഒരുപാടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. സോ നമ്മൾ അങ്ങോട്ട് നടക്കേണേ. നമ്മളിപ്പോൾ എവിടെയാണത്? നമ്മളിപ്പോൾ ഉള്ളത് രാമോജി ഫിലിം സിറ്റിയുടെ ഷോപ്പിംഗ് എന്തോ സ്ഥലം. ഫിലിം സിറ്റിന്റെ അകത്തേക്ക് കിടക്കുമ്പം കുറെ ചെക്കിങ് കാര്യമെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗും എല്ലാം ചെക്ക് ചെയ്യും. സാധാരണ നമ്മൾ ഈ ഷോപ്പിലെല്ലാം ചെക്ക് ചെയ്യില്ലേ, അതുപോലെ. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു കാർഡ് തരുവേ, അതായത് നമ്മൾ പേ ചെയ്തതിൻ്റെ സ്ലിപ്പാണിത്. ഇത് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് വെക്കണം. എവിടെയെങ്കിലും വിസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പിൻ ചെയ്ത് വെക്കണം. ഗായത്രി, ഇപ്പം നമ്മൾ എവിടെയാ? രാമോജി ഫിലിം സിറ്റി ഹൈദരാബാദ്. സോണി, ഹരിത, ഇപ്പൊ നമ്മൾ എവിടെയാ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് കേട്ടോ രാമോജി ഫിലിം സിറ്റി. ഏകദേശം 1666 ഏക്കേഴ്സാണ് ഈ ഫിലിം സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് ഇവർ തന്നെ ബസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ലൊക്കേഷനിലേക്ക് ഇവർ നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. Just looking like a wow. Film city, wow, wow, wow. Just looking like a wow. The Karnasku, wow. The Osachari, wow. The Motakunda, wow, wow, wow. Fantastic. Hey!
സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്ന് കിടങ്ങാതെ ആടുമേക്കാൻ കാട്ടിനുള്ളിൽ ഒരു കുഞ്ഞാനെ മാസമല്ലേ ഒരു കുഴലോടിക്കൊണ്ടടുത്തിരിക്കാം കിടന്നുറങ്ങാം എന്നാലും ഞാനും വരട്ടെ ആടുമേക്കാൻ കാട്ടിനുള്ളിൽ ഒന്നാം നമ്പർ. ഇത് കാണാനുണ്ടാവും അല്ലേ? ഷൂട്ടിംഗ് ഉണ്ടപ്പോ. നീതു നിത്യേന്റെ എന്റെ മോളിലെ അരുണി അരുണി And my name is Evan. I am your tour guide. Thank you, nice to meet you. Thank you so much. Thank you so much. Smuggler's Garden. Outside look like a Delhi Smuggler's Garden, and inside Mysore Vrindavan Garden. Two major cities in one place. Oh. The specialty of this garden, destination marriages and pre-wedding shoots is going on here. And if you want, you can book this garden for your first marriage, second marriage, third marriage. Depending on your marriages, you can marry. Rajasthani theme. And there you can see that Ayya movie, Dreebam, Venkabam. That song was shooted in same the areas. And you can see that on your left hand side, you can see the round-shaped garden, right? Yes. Round-shaped garden. This garden name is called Cherishma Garden. Cherishma Garden. And there is one specialty of this garden. And when they do it sometime, according to the heroine, color saree flowers will called Golden Temple of Amritsar. That's right, sir. Yes, if you painted white color, it's become a Gurudwara. If you painted golden color, it's become a Golden Temple. And Rabne bana di jodi, hole hole choi. And you can see the right hand side. See the right hand side, Gangubai movie house. And what is the symbol of love? Symbol of love. Taj Mahal. See the left hand side, the Taj Mahal. And see the same left hand side, Mumbai, the gateway of India. Mumbai, the gateway of India. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. Singham movie, Singham. Okay, left hand side, the hospital is sorry. The police station is there, police station. And if you guys have seen the Chandramukhi movie, Yes. Chandramukhi movie, you seen that Gunashekhar, the dance master, right? Yes. Okay, now you can see that on the left hand side. And this is the house of Gunashekhar, our dance master. Chennai Express movie, Meenamma Temple also. Meenamma house also Vrindavan. And you can see the both the sides, left and right hand side. Those houses are 100% duplicate houses. It's made up of plaster of Paris and plywood. If you open the door, you can go directly to the jungle. You can see the jungle. They already open the door, you can go directly to the jungle. And our director, he will put top of this road, he will put red soil on this road, and he will reveal all the village locations like that Chennai Express Meenamma house,
that location. And എടി അതാണ് ഒരു Bahubali ബാഹുബലിന്റെ movie, one of the clip was shot in the same area. അത് ഒറിജിനൽ അല്ലേ? Okay, now you can see that on your right hand side. Sorry, left hand side. Kattappa gives Bahubali here only. Kattappa gives. Yes, it's that one only. Kattappa. നല്ല ഭംഗിയുണ്ടല്ലോ അടി കാണാൻ. ഓ യാടാ നൈസേ, കിടില സാധനം ശരിക്കും. മറ്റേത് ബാക്കി എല്ലാവരും അനങ്ങുന്നതായിരുന്നായിരിക്കും, ചിലതൊക്കെ ഇപ്പൊ അനങ്ങുന്നുണ്ട്. ഓ എന്റെ സോറി. കുടിക്കാം. ഫിലിം സിറ്റിയിൽ നിന്ന് നമ്മൾ വലിയ വലിയ സിനിമകൾ ഷൂട്ട് ചെയ്ത ഫിലിം സിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മളിത് കോഫി കുടിക്കുകയാണ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് and looking like a wow. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോ ഫുഡ് കഴിക്കാണ്. എന്താ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു സെറ്റപ്പ് ആണ് ഗൈസ്. പക്ഷെ ഇതൊരു ബസ്സാണ്. ബസ്സിൽ ട്രെയിനിന്റെ ബോഗിയിൽ കയറി നിൽക്കുന്ന മിഥുനയെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഗൈസ്. പൊട്ടിച്ച പൈസ കൊടുക്കണം കേട്ടാ. ഇവിടെ ബാഹുബലിന്റെ സെറ്റാണ് കേട്ടോ ഇത്. ശരിക്കും എന്തൊരു ഭംഗിയാന്നറിയാം കാണാൻ. അയ്യോ, നമ്മള് കറക്റ്റ് ആ സിനിമയിൽ കാണുന്ന എല്ലാം ഒറിജിനൽ അത് തന്നെ സാധനം. എൻ്റെ അമ്മ, എങ്ങനെ ഇവരിങ്ങനെ ഒറിജിനലായിട്ട് ഇങ്ങനെ സെറ്റാക്കുന്നല്ലേ. അത്രയും വലിയ സിനിമ ഇവിടെയെല്ലാം ഷൂട്ട് ചെയ്യുന്ന അറിയുമ്പം ഭയങ്കര നല്ല രസമുണ്ട്. ഇത് ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നൈസ്. ഒരുപാട് കാണാനുണ്ട്. നല്ല കിടിലൻ സാധനം. ഇത് ചന്ദ്രമുഖി നമ്മുടെ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവരിവിടെ മൂവി എല്ലാം പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ യൂറോപ്യൻ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. പക്ക യൂറോപ്പ് പോലെ ഇവർ ബിൽഡിങ്സും അങ്ങനെയെല്ലാം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള അനുവാദം ഇവർ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ഒറിജിനൽ ആണ്. ഒറിജിനൽ തന്നെ ഉണ്ടല്ലേ? അതുപോലെ തന്നെ ഉണ്ട്. ரொம்ப ക്രിയേറ്റീവ് ആയിരിക്കും. നല്ല ക്രിയേറ്റീവ്. അടുത്ത ലണ്ടനിൽ മറ്റേ
We are walking in the street for visiting my house. നിങ്ങൾ ഇനി ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലണ്ടൻ ബ്രിഡ്ജ്. My friends are coming from Kerala, Kottayam, Trivandrum, Kollam, Kottayam, Kozhikode, and now that Rose house was mine. Okay, and the whole stay and food accommodation of all I'm giving to them. Okay. ഇംഗ്ലീഷ് ഇങ്ങനെ അല്ലല്ലോ. Anything more? Swimming pool, PUBG, dance bar. That's my grandma's. That's my Taravadu. Grandma's house. But nobody in there, so I can't allow you. Okay. Only this house. My house. പറഞ്ഞല്ലേ പറ ലണ്ടനെ പറ്റി പറയാ. London is my favorite place, and I'm living there. Oh, this is your home. Yeah. Wow. We were living in there. Okay, Yeah. that's all. That's all. Okay. But now we leave it. Sony, Sorry, you tell about in London. Madam, Sony. ലണ്ടന്റെ ഹിസ്റ്ററി പറയും ഗൈസ്. Actually speaking, discovered all. തൊമ്മിക്ക് ബേസിക്കലി Sony, what's your opinion about this lantern? Looking like Wow. houses, and you know the aesthetic colors and all. Yes. Aesthetic colors. കയ്യിന്ന് പോയി നന്നായിട്ട് ഇംഗ്ലീഷ് സ്പീച്ച് ഗൈസ്. Menu, as a English teacher, what's your opinion about this creativity? This London city was awesome. That's all? Yeah. We not need the single word, we need the Explanation. we need the Same answer. yes, we need the explanation, clear explanation. Please. Please. In a one sentence. Two sentences. This is Looking like London. So elegant. elegant, beautiful, marvelous. What do you say? Fantabulous, fantastic. What do you say about the designs, color? Did you see original London? Hey, we not need the single word, we need the full sentence. We are very clear and we are very precise. Can you please take off your mask? Please, yeah, take off your mask. We have to see please. He is born with mask. Oh my, but why? For the eco to last location. Just wait. So left hand side, this red color wall, this is called Japanese garden. It is one of the beautiful garden of Ramoji Film City, Japanese garden. So downside is the entry, downside is the exit. Okay, from Hawa Mahal you have to go down and take a left. വെള്ളത്തിലിറങ്ങുന്ന കണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ ചേച്ചി വെള്ളത്തിൽ ചാടാൻ പോയിട്ടുണ്ട് ഗായ്സ്. എന്താ വെള്ളത്തിൽ നിന്ന് തുള്ളുകയാണ് ഗായ്സ്. പക്ഷെ ഉണങ്ങി കിട്ടണ്ടേ മോനെ?
ഇവിടെ ഒരു വലിയ മെസ് ഹാളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് പ്ലേറ്റ് ഇവിടുന്ന് ആദ്യം വാങ്ങുക, പ്ലേറ്റും വെള്ളവും, എന്നിട്ട് ആകുമ്പോൾ ഫുഡ് അപ്പുറത്തുനിന്ന് അവർ സെർവ് ചെയ്യും. ഓക്കെ, ഞാൻ പോയിട്ട് എന്നാൽ പ്ലേറ്റ് എടുത്തിട്ട് വരാം. ഹരിത, എനിക്കൊന്നും പറയല്ലേ? നമുക്ക് ആന്റെ പിറന്നാൾ സംബന്ധിച്ചിട്ട് ആന്റെ ചെലവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബാഹുബലി ബിരിയാണി വളരെ മോശമാണ്. കേരളത്തിലെ ഐസ്ക്രീമാണ് നല്ലത്. ആണോ? നല്ല ഐസ്ക്രീമാണ്. കേരളത്തിൽ എല്ലാവരും വെള്ളം ചേർത്താണ് ഐസ്ക്രീം. നിനക്ക് അടി കിട്ടും. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പൊങ്ങി നിന്ന് നോക്കുന്ന ഗായത്രി കയറ, ഗായത്രി കയറ. സൂപ്പർ ഉണ്ടാക്കിയത്. എക്സാക്ട് കാണുന്നു. എന്തൊരു ഭംഗിയാ പൈസ. people sitting at 250 से भी ज्यादा लोग बैठे. ये 250 का आवाज तो एकदम नहीं हो सकता. Can we try again, please? A very good afternoon. Good afternoon. Trust me to maintain this energy throughout the day if you want to see everything that this Film City has to offer. So, ladies and gentlemen, welcome to the Action Theatre. Action में आप सबका स्वागत है. मेरा नाम एंथनी है. मैं आपका होस्ट रहने वाला शो के लिए. So, my name is Anthony. I'll be your host for this ഇതില്ലേ particular. ഒരു മൂവി എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് തരുന്നതാണ് കേട്ടോ. നമ്മളിടയിലുള്ള ആൾക്കാരെ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ മൂവി ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. പിന്നെ ഉണ്ടായ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഈ മൂവീസിൽ എങ്ങനെയാണ് ഈ ഫൈറ്റ് സീനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് അതെന്താന്ന് പറഞ്ഞു തരൽ മാത്രമല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഇവർ ഒരു സ്റ്റണ്ട് ഷോ എന്നുള്ള ഒരു പ്രോഗ്രാം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊടുക്കുന്നത്. നമ്മളെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വിസിറ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്, പക്ഷെ നമ്മൾ ഒരു ദിവസം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മളെല്ലാരും റിട്ടേൺ പോവുകയാണ്. ഓക്കെ.